തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ പോലെയോ സാക്ഷാൽ ഗുരുവായൂർ പത്മനാഭനെ പോലെയോ മംഗലാംകുന്ന് അയ്യപ്പനെ പോലെയോ ഉള്ള ഒരാനയായിരുന്നില്ല. എങ്കിലും ജനമനസ്സുകളിൽ ജീവിക്കുന്ന നെല്ലിയാമ്പതിയുടെ തലയെടുപ്പായിരുന്ന കൊമ്പനായിരുന്നു ചില്ലിക്കൊമ്പൻ. തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലുള്ള പാടികൾക്കിടയിലെ മാവും പ്ലാവും ചക്കയും ഒക്കെ തിന്ന് ആരെയും ശല്യപ്പെടുത്താതെ സ്വൈര്യജീവിതം നയിച്ചവനാണ് നെല്ലിയാമ്പതിയുടെ തലയെടുപ്പായ ഈ ചില്ലിക്കൊമ്പൻ. മതപ്പാട് സമയത്ത് കാടിറങ്ങുന്ന കൊമ്പൻ പെരിയചോല വഴി പറമ്പിക്കുളം, തേക്കടി, നവമല, ആളിയാർ എന്നീ പ്രദേശങ്ങളിലെല്ലാം കറങ്ങി നടന്ന് തിരിച്ച് നെല്ലിയാമ്പതിയിലേക്ക് എത്തും. മൂന്നാറിന് പടയപ്പയാണെങ്കിൽ പാവങ്ങളുടെ ഊട്ടിയിലെ ഈ ചില്ലിക്കൊമ്പന് ആനപ്രേമികൾക്കിടയിൽ ഒരിടമുണ്ട്. ഇവനെ കാണാൻ വേണ്ടി മാത്രമെത്തുന്ന ആരാധക വൃന്ദങ്ങളുമുണ്ട്. ഇനി നെല്ലിയാമ്പതിയിലേക്ക് കയറുമ്പോൾ ചില്ലിക്കൊമ്പൻ എന്ന തലയെടുപ്പ് അവിടെ ഉണ്ടാവില്ലല്ലോ എന്നോർത്തൊരു സങ്കടം ഉള്ളിലൊതുക്കിക്കൊണ്ട് കേട്ടറിഞ്ഞ വാർത്തകൾ പ്രകാരം സഹ്യന്റെ പുത്രന് കണ്ണീർ പ്രണാമം. അതെ, നെല്ലിയാമ്പതിയുടെയും ആനപ്രേമികളുടെയും ഹരമായിരുന്ന നെല്ലിയാമ്പതിയുടെ സ്വന്തം ചില്ലിക്കൊമ്പന് കണ്ണീർ പ്രണാമങ്ങളോടെ രഘുനാഥ രഥം പാലക്കാട്.